ഞാൻ 5 പൈസ പോലും ചിലവാക്കാതെയാണ് വിയറ്റ്നാമിലേക്ക് പോയത്. അതും എല്ലാം വിയറ്റ്നാം സർക്കാരിൻ്റെ ചിലവിൽ. ഏറ്റവും കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്കും വിയറ്റ്നാമിലേക്ക് പോകാം. ഓൺലൈൻ ട്രാവൽ പോർട്ടലുകൾ നൽകുന്നതിലും കുറഞ്ഞ റേറ്റിൽ സേഫായി മുന്തിയ ഹോട്ടലുകളിൽ താമസിച്ച് കാഴ്ചകൾ കണ്ട് വിയറ്റ്നാം ഭക്ഷണം ആസ്വദിച്ച് കഴിച്ച് സമാധാനമായി തിരിച്ചു വരാം. ഫാമിലിയായി യാത്ര ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ കപ്പിളായി യാത്ര ചെയ്യുന്നവർക്ക് ഒരു ഗംഭീര ഡെസ്റ്റിനേഷനാണ് വിയറ്റ്നാം. When all of our memories kept us feeling okay, like I remember you. തായ്ലൻഡിലും ബാലിയിലും ഒക്കെ പ്രതീക്ഷിക്കുന്ന ചിലത് ഇവിടെ കിട്ടില്ലെന്ന് മാത്രം. ഒരു ഇൻഡോ വിയറ്റ്നാമീസ് ടൂറിസം ഡെലിഗേഷൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ 23 പേർ വിയറ്റ്നാമിലെത്തുന്നത്. ഇൻഫ്ലുവൻസർമാരായ അജയ്, അഞ്ജന, നമ്മുടെ പാൽമാക്രിയും കാറ്റ് ഗേളും, പിന്നെ ഫോട്ടോഗ്രാഫർ ഷെറിൻ ജബ്ബാർ, പിന്നെ പത്രമാധ്യമ പ്രവർത്തകർ, ന്യൂസ് ചാനൽ അവതാരകർ, പിന്നെ ട്രാവൽ രംഗത്ത് പ്രവർത്തിക്കുന്ന കുറേ സംരംഭകർ. ഈ സംരംഭകരെ എല്ലാം സൃഷ്ടിച്ചത് നീൽകാന്ത് എന്ന സൂപ്പർ ഹീറോയാണ്. ട്രാവൽ രംഗത്ത് 100-ലധികം സംരംഭകരെ സൃഷ്ടിച്ചിട്ടുള്ള വെബ് CRS എന്ന പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനാണ് നീൽകാന്ത്. അടുത്ത കൊല്ലം, അതായത് 2025 ജൂൺ മാസം വരെ ഇന്ത്യയിൽ നിന്നും യാത്ര ചെയ്യുന്നവർക്കുള്ള സ്പെഷ്യൽ പാക്കേജുകൾ, ഹോട്ടൽ സ്റ്റേ, ഭക്ഷണം, ട്രാൻസ്പോർട്ടേഷൻ, ടൂറിസ്റ്റ് ഗൈഡുകൾ, പിന്നെ ടൂറിസം മേഖലയിലെ മറ്റു സേവനങ്ങൾ ഏറ്റവും മിതമായ നിരക്കിൽ ഈ സംരംഭകർക്ക് നൽകിക്കൊണ്ടുള്ള സമ്മതപത്രം ഒപ്പുവയ്ക്കലാണ് ഈ ഡെലിഗേഷനിലെ പ്രധാന ചടങ്ങ്. ഈ ധാരണ പ്രകാരമാണ് ഏറ്റവും കുറഞ്ഞ ചെലവിൽ വിയറ്റ്നാമിലേക്ക് പോകാം എന്ന് ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞത്. Give me a clear night underneath all the stars. I don't want no concrete jungles, no suburbia. I just want somewhere that 4 തവണ വിയറ്റ്നാം ഡെലിഗേഷന്റെ ഭാഗമായി ഇവിടെ വന്നിട്ടുള്ള സംരംഭകരാണ് ഇവർ മിക്കവാറും എല്ലാവരും. മുമ്പൊക്കെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ട്രാവൽ ഏജൻറ്റ്സ് ഒരുമിച്ചാണ് ഈ ഡെലിഗേഷന് വന്നിട്ടുള്ളത്. എന്നാൽ ഇത്തവണ മലയാളികൾ മാത്രം. അതിന് 2 കാരണങ്ങളാണ്. ഒന്ന് നീൽകാന്ത് എന്ന ഹീറോ, രണ്ടാമത്തേത് മലയാളികൾ. മലയാളിയുടെ വിയറ്റ്നാം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫുകൾ എന്നോട് പറഞ്ഞത് കേട്ട് എനിക്ക് രോമാഞ്ചം വന്നു. അവിടെ എത്തുന്ന സഞ്ചാരികളിൽ, ഇന്ത്യയിൽ നിന്നും അവിടെ എത്തുന്ന സഞ്ചാരികളിൽ ഏറ്റവും മാന്യന്മാർ മലയാളികളാണത്രേ. നിങ് ഫാം ടവർ എന്നാണ് ഇതിൻ്റെ പേര്. ട്വിൻ ടവേഴ്സ് ആണ്. ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണ്. ഈ സൈഡിലുള്ള വലുതും ഈ സൈഡിലുള്ള ചെറുതും. ഇത് ഞാൻ പറയുന്നത് കല്ലു മാത്തു ടവറാണ്. കല്ലു ഹൈറ്റ് ഉള്ളത് മാത്തു ടവറും ഹൈറ്റ് കുറഞ്ഞത് കല്ലു ടവറും. നിങ് ഫാം where the palm trees dance and sway. So run with me. If we leave right now, we might make it in time. ഇവിടെ വരുമ്പോഴത്തേക്ക് നല്ല കാറ്റുണ്ട്, തണുപ്പുണ്ട്, കടലിന്റെ കാഴ്ചയെ കാണാം. കടലിനകത്ത് ആൾക്കാർ കുളിക്കുന്നത്. Waves have just begun. The water is calling, the night is young. So if I lay down, will you come? ലാൻഡ്സ്കേപ്പ് ഒക്കെ നോക്കുകയാണെങ്കിൽ കുറേയൊക്കെ നമ്മളുടെ ഒരു ചില ഭാഗങ്ങളൊക്കെ ഒരു സിമിലർ ലാൻഡ്സ്കേപ്പാണ്. പക്ഷെ ആളുകളും ഫുഡും പിന്നെ എക്സ്പീരിയൻസും അത് നല്ല ഡിഫറെൻ്റാണ്. നമ്മൾ മലയാളികൾക്ക് എന്തുകൊണ്ട് ഇഷ്ടമാവും? കാരണം ഓരോ പ്രൊവിൻസും ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസാണ് തരുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ്. This place is where the sun shines forever free. The sunset is. നമ്മളിപ്പോൾ ഫുയാനിലാണ്. ദാദിയ റീഫ് എന്ന് പറഞ്ഞിട്ട് റീഫ് കാണാൻ വന്നേക്കാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പടച്ചോൻ നല്ല ഒരു മേസ്തിരിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്.
കല്ല് ചെത്തി അടുക്കി കെട്ടി വെച്ച പോലെ ലാവാ സ്റ്റോൺ വന്ന് തണുത്തുറഞ്ഞ് ഈ പരുവത്തിലായിട്ടുണ്ട്. ശരിക്കും ഒരു ആർട്ടിസ്റ്റ് ചെയ്ത വർക്ക് പോലെയാണ്. അപ്പോൾ പടച്ചോൻ ഒരു ആർട്ടിസ്റ്റാണ്, നല്ലൊരു മേസ്തിരിയാണ് നമ്മൾ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്, പക്ഷെ ഒരാൾക്കും ശല്യം ഉണ്ടാകാത്ത രീതിയിലാണ് ഫോട്ടോ എടുക്കുന്നത് പോലും. ഇതൊക്കെ നമുക്ക് സമ്മാനിച്ച പടച്ചോനൊരു വലിയ സല്യൂട്ട് കൊടുക്കാം. കാരണം മൂപ്പര് എന്ത് പണിയാണ് അവിടെ എടുത്തേക്കുന്നതെന്ന് അറിയാം. ഗംഭീര പണിയാണ്. ഇത് പൈസ കൊടുക്കുകയാണെങ്കിൽ തികയില്ല കൊടുക്കാൻ. Throw away the cars, give me a clear night underneath all the stars. I don't want no concrete jungles, no suburbia. I just want somewhere that the blue skies are. So come with me to a place so far, where the palm trees dance and sway. So run with me if we leave right now. ഒരു മാതിരി എക്സ്പീരിയൻസ് ആണ്. വിയറ്റ്നാം എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും വന്ന് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. അപ്പോൾ നമ്മൾ വേറെ രാജ്യങ്ങൾക്ക്, ഇപ്പോൾ സിംഗപ്പൂർ, മലേഷ്യ ഭയങ്കര സ്വിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളൊരു ലാൻഡ്സ്കേപ്പിൽ നിന്ന് വിട്ട് ഒരു എന്താ പറയുക, നമ്മുടെ കേരളത്തിനോട് ചേർന്ന് നിൽക്കുന്ന, എന്നാൽ പിന്നെ കേരളത്തുമായിട്ട് വളരെയധികം സാമ്യം ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. നമ്മളിവിടെ നിന്ന് വരുമ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു ഭയങ്കര ടഫ് ഫുഡാണ്, നമുക്കിത് പറ്റത്തില്ല. പക്ഷേ എനിക്ക് ഇവിടുത്തെ കുറേ ഫുഡുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനും കല്ലിച്ചേട്ടനും ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തു. പ്രത്യേകിച്ച് വാച്ച്മാൻ സിറ്റിയിലെ ഒരു ബീഫ് മറ്റേ ഇലയിൽ പൊതിഞ്ഞ സാധനം, അതെ, വെറ്റിലയിൽ പൊതിഞ്ഞ ബീഫ്, കിഡിലെന്ന് പറഞ്ഞ കിഡിൽ. മക്കളെ, വെറ്റിലയില് ബീഫ് നമ്മൾ പല തവണ കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ വെറ്റിലെ പൊതിഞ്ഞ ബീഫ് ഇന്ന് വരെ ജന്മത്ത് കഴിച്ചിട്ടില്ല. ആ വെറ്റിലെ പൊതിഞ്ഞ ബീഫാണിത്. വെറ്റിലെ പൊതിഞ്ഞ ബീഫ് ഇതാണ് വെറ്റില. തളിർ വെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാൻ, തളിർ വെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാൻ. കഴുത്തില് ലൈറ്റ് കെട്ടിയിട്ട് വയ്ക്കുന്ന ആരെങ്കിലും നിങ്ങൾ ഇന്ന് ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടുണ്ടോ? കഴുത്തില് അതാണ് മൂപ്പര് ലൈറ്റിന് വേണ്ടിയിട്ട് കഴുത്തിൽ കെട്ടിയിട്ട ആളാണ്. അപ്പൊ നമ്മൾ തളിർ വെറ്റിലയിലെ ബീഫ് കഴിക്കാൻ പോവാണ്. അപ്പൊ ഇതിനകത്തുനിന്ന് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇത് മറ്റേ എരിവിന്റെ സോസാണേ. ഒരു പ്രത്യേക ഫ്ലേവർ. എൻ്റെ പൊന്നാര മച്ചാനെ, നിങ്ങൾ വേറെ ലെവലാട്ടോ. വെറ്റിലയും ബീഫും. മുത്തേ, നിങ്ങൾ കഴിച്ചു നോക്കി ഒരു പീസ്. ഇല്ലല്ലോ, നോ പ്രോബ്ലം. യു ആർ ദ മാൻ. വാട്ട്സ് യുവർ നെയിം? ടോം. ഓ, എൻ്റെ ടോമണ്ണ, നിങ്ങൾ വേറെ ലെവലാണ് ടോമണ്ണ. ടോമണ്ണനെ കുറിച്ച് പറയാൻ, ടോമണ്ണൻ ഒരു രക്ഷയില്ല. ചെറുണ്ടാ അടിപൊളി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. ഇനി നമ്മുടെ കഴിക്കാത്ത ഒരാള് നമ്മുടെ ബോസാണ്. ബോസിനെ കൊണ്ട് കഴിപ്പിക്കാം. ഓക്കെ, ബോസിന് വേണ്ടിയിട്ട് സോസ്. ഇത് വേറെ സോസാണ്, സോയ്. ഇത് ബോസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സോസിൽ വെറ്റില. ഈ കോമ്പിനേഷൻ മലയാളികൾ എന്തുകൊണ്ട് കണ്ടുപിടിച്ചില്ല? ഇത്രയെങ്കിലും നാളായിട്ട് വെറ്റിലയുണ്ട്, ബീഫും ഉണ്ട്. ഇതുവരെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? അതൊക്കെ ഈ ടോമേട്ടൻ, നമ്മുടെ സ്വന്തം, എന്റെ സ്വന്തം ചോരയാണ്. നമ്മൾ സാധാരണ ഒച്ചിനെ കഴിക്കാറില്ല, പക്ഷെ ഇവിടെ ഈ കൊച്ചുങ്ങളെല്ലാം ഒച്ചിനെ കഴിക്കുന്ന കൊച്ചുങ്ങളാണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് കേട്ടോ. ഇതിനകത്ത് എല്ലാം ഒരുമിച്ചുണ്ട്. ഇതിനകത്ത് പോർക്കുണ്ട്, പിന്നെ ഒക്ടോപ്പസ് ഉണ്ട്, പിന്നെ സ്നെയിലുണ്ട്, ഒച്ചുണ്ട്, എല്ലാം ഉണ്ട്. സൂപ്പ് ഇട്ട് അതിനകത്ത് വെള്ളം ഒഴിക്കുക. അതിനകത്ത് ചിക്കനും ഉണ്ട്. ഇതന്നെ പണിയായി. അവനെവിടെ പണിയാട മോനെ, എല്ലാം ഉണ്ട്. ഒച്ചുണ്ട്. എടാ കൊച്ചേ, നിനക്ക് ഒച്ചുണ്ടാ? ഒക്ടോപ്പസ്, അത് നീ ഇപ്പൊ എടുത്ത ഒക്ടോപ്പസാ. റെഡി. സീരിയസ്ലി എനിക്ക് ഇഷ്ടമായി. ഒച്ചവിടെ
ഒക്ടോപസ് ഒരു പ്രത്യേക ഫീലാണ് നമ്മുടെ. യെസ്, റബ്ബറി ഫീലാണ്. ടേസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഈ പറഞ്ഞ പോലെ ചെറിയ പുളിയും അങ്ങനെയൊക്കെയുള്ള ഒരു മൂടാണ്. സൂപ്പിന്റെ അല്ലാതെ ഇതിന് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനം ഇല്ല. ഒച്ചു ട്രൈ ചെയ്യുമ്പോ ഇല്ല ഒച്ച നമുക്ക് വേറൊരു ഇതൊരു റബ്ബറി ഫീലാ. റബ്ബറി ഫീലാ. സൂപ്പ് ആ നൂഡിലിന്റെ ഫ്ലേവറോട് കൂടിയിട്ടുള്ള, എനിക്ക് തോന്നുന്നു എല്ലാ സാധനങ്ങളും ഒരുമിച്ച് വേവിച്ചെടുത്തിട്ടുള്ള സൂപ്പാണ്. നല്ലൊരു ഫീലാ. മഴവിൽ അഴകിൽ ചോറ് പല കളറില്, ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിന്നെ ബ്രൗൺ ഉണ്ട്, ഇതാ മഞ്ഞയുണ്ട്, പച്ചയുണ്ട്, ചോപ്പുണ്ട്. ഇതാ നാഷണൽ ഇന്റഗ്രേഷൻ. പഞ്ചസാരയും തേങ്ങയും ചോറും. ഗുഡ്. പഞ്ചസാരയും തേങ്ങയും ചോറും. തേങ്ങാപ്പാല് ഏത് കളർ എടുത്ത് കഴിക്കും? സ്പൂൺ. എല്ലാത്തിനും ഒരേ ടേസ്റ്റ് ആണോ? ഡിഫറെന്റ് അല്ല, എല്ലാത്തിനും ചോറിനെല്ലാം ഒരേ ടേസ്റ്റ്. നമ്മുടെ ഒരു ഗൈഡ് ഉണ്ട്, ഉയിനെ. അതെ, നമ്മുടെ ഒരു ഗൈഡ് ഉണ്ട്, അവളുടെ പേര് ഉയിൻ എന്നാണ്. ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ ഹൃദയം കീഴടക്കിയ ആളാണ് ഉയിൻ. ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ ഹൃദയം കീഴടക്കിയ ആളാണ്. താങ്ക് യു സോ മച്ച് ഉയിൻ. പാട്ട് ഉയിനേ വന്ന് എന്നോട് കലந்து വീട്. ഉയിനേ വന്ന് എന്നോട് കലந்து വീട്. സെൽഫി റെഡി 1 2 3 4. ദലാത്ത് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ശരിക്കും മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകുന്ന അതേ ഫീലിംഗ് ആണ് ഇവിടെ വന്നപ്പോൾ നമുക്ക് കിട്ടിയത്. ഈ ദലാത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഇവിടുത്തെ ഹണിമൂൺ ഡെസ്റ്റിനേഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ കല്യാണം കഴിച്ചിട്ട് ദലാത്തിലേക്ക് പോകുന്നില്ലേ എന്ന് എല്ലാവരും ചോദിക്കും. അങ്ങനെ കപ്പിൾസ് വരുന്ന, അത് ഏത് പ്രായത്തിലാണെങ്കിലും കപ്പിൾസ് വരുന്ന ഒരു സ്ഥലം കൂടിയാണിത്. കപ്പിൾസിന് വേണ്ടിയിട്ട് ദൈവം തന്നെ ഇത് എയർ കണ്ടീഷൻ സിറ്റി ആക്കി മാറ്റിയേക്കാണ്. ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സമ്മറിൽ 18 മുതൽ 22 വരെയാണ് ഇവിടുത്തെ സമ്മറിലെ കാലാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ചൂട് കാലം ആയിക്കഴിഞ്ഞാൽ എല്ലാവരും പെട്ടിയെടുത്ത് നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്ന മാതിരി, അല്ലെങ്കിൽ നമ്മൾ വയനാട്ടിലേക്ക് പോകുന്ന മാതിരി, അല്ലെങ്കിൽ നമ്മൾ കൊടൈക്കനാലിലേക്ക് പോകുന്ന മാതിരി ആൾക്കാരെല്ലാവരും പെട്ടിയെടുത്ത് ഇങ്ങോട്ടേക്ക് പായും. ഇവിടെ റൂം പോലും കിട്ടാൻ വേനൽക്കാലത്ത് പറ്റില്ല. വേനൽക്കാലത്താണ് ഇവിടുത്തെ സീസൺ. പിന്നെ ഇവിടെ ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്ന നാടാണ്. നമ്മുടെ ഊട്ടി പോലെ തന്നെ, ഊട്ടിയിൽ ഫ്ലവർ ഷോ ഒക്കെ വരുന്ന പോലെ ഇവിടെ ഒരു ഫ്ലവർ ഷോ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് മഴക്കാലം ആയതുകൊണ്ട് കുറച്ച് പൂക്കൾ കാണാൻ സാധിക്കില്ലെന്നാണ് ഗൈഡ് പറഞ്ഞത്. ഈ സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. അമേരിക്കൻ വാർ നടന്ന സമയത്ത് കുന്നിൻ മുകളിൽ നിന്ന് അമേരിക്കക്കാരെ ഇവിടത്തുകാരെ ആക്രമിച്ച് തോൽപ്പിച്ചത് ഈ കുന്നിൻ മുകളിലാണ്. സ്ലേറ്റ് പച്ച എന്ന് പറയുന്ന സാധനമില്ലേ, സ്ലേറ്റ് പച്ച, നമ്മൾ സ്ലേറ്റ് മായ്ക്കാൻ ഉപയോഗിക്കുന്ന സാധനം, അതുവരെ തിന്നുവര്. എന്ത് പച്ചക്കറി കണ്ടാലും ഇത്രയും ആക്രാന്തമുള്ള ഒരു ആൾക്കാരെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത് വിയറ്റ്നാമുകാരാണ്. കണ്ടോ അവരുടെ പച്ചക്കറികൾ ഇരിക്കുന്ന അതാ ചീര 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 പല കളറിലുള്ള ചീര. ഇതാ ഇതാ ഇതൊക്കെ പരിചയമില്ലാത്ത പാലക് ചീര, അതും ഇതൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതായിരിക്കുന്നു. വിയറ്റ്നാമിൽ വന്നിട്ട് ഞാനും നീൽ സാറും ഒക്കെ ഇനി ആടായി മാറുമെന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മൾ കഴിക്കുന്ന ലഞ്ച് കണ്ടോ, നീൽ സാർ കഴിക്കുന്ന ലഞ്ച് കണ്ടോ, ഇത് വേണമെങ്കിൽ വിശറിയായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ വിശറിയായിട്ട് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടുത്തെ ഡിഗ്രി, പിന്നെ ഇവിടുത്തെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 18-നും 22-നും ഇടയിലാണ് സമ്മറിലുള്ള കാലാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വീശേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ തിന്നാനായിട്ട് എടുത്താണ്. നമ്മൾ ഇനി വീട്ടിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ഒന്നുകിൽ പറമ്പിലേക്ക് അഴിച്ച് കെട്ടുക, അത് മതി. Our master chef
ഇത് നമ്മളിപ്പോൾ ഉണ്ടാക്കി ഇതിപ്പോൾ മോലാളിയും കൂട്ടുകാരും കൂടെ ചേർന്നിട്ട് ഉണ്ടാക്കിയ ഹോട്ട് പോട്ടാണ്. അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ലീവ്സ് ഇട്ട് കഴിഞ്ഞു. ഇത് കഴിക്കാൻ പാകമായി. ഇതിനകത്ത് പല തരത്തിലുള്ള മഷ്റൂംസ് ഉണ്ട്, ഈ പപ്പടം പോലെ ഇരിക്കുന്ന സാധനമുണ്ട്, അതുപോലെ ഇലകളുണ്ട്, എല്ലാം ഇട്ടിട്ടുള്ള ഹോട്ട് പോട്ട് ഉണ്ടാക്കിയതാണ്. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് സാമ്പാറിൻ്റെ പിന്നെ പരിപ്പ് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ ബാക്കി എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് നിങ്ങൾ കഴിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കില്ല. ആലോചിച്ചോ, അതാണ്. For some reason I felt like that I've always known. ധാം നാങ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് 11ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ സാധനമാണ്. 11ാം നൂറ്റാണ്ടിൽ ഇവിടെ ഒരു നദിയുണ്ട്. ആ നദിയുടെ പേരെന്താണ്? ഡാറാങ് നദി. ഡാറാങ് നദിയുടെ തീരത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിർമ്മിതിയാണ്. നല്ല സ്റ്റൈലൻ നിർമ്മിതിയാണ്. 23 മീറ്റർ ഹൈറ്റാണ് ഇതിനുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അന്ന് ഇഷ്ടികയിൽ ഉണ്ടാക്കിയ നിർമ്മിതിയാണ്. ഇന്നും ഒരു കുലുക്കയില്ല. എത്ര നൂറ്റാണ്ടായാലും അതിങ്ങനെ കട്ടക്ക് നിൽക്കുകയാണ്. വിയറ്റ്നാം ടൂറിസം, അതുപോലെ തന്നെ കേരള ടൂറിസം, ഇന്ത്യൻ ടൂറിസം, ഇതിൻ്റെ ഒരു ഡെലിഗേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ വന്നേക്കണേ. അപ്പോൾ വിയറ്റ്നാമിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള അല്ലെങ്കിൽ കേരളത്തിലേക്കുള്ള ക്രൗഡിൻ്റെ പുൾ ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ആൾക്കാർ വിയറ്റ്നാമിലെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഏരിയാസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു ഡെലിഗേഷൻ നമ്മളിവിടെ ചെയ്യണം. ഇത് നമ്മുടെ വെബ് CRS ആണ് ഈ എൻ്റയർ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ 14 സംരംഭകരും അതുപോലെ തന്നെ 5 ക്രിയേറ്റേഴ്സും 5 മീഡിയ പീപ്പിൾസും ആണ് ഇതിന്റെ ഭാഗമായത്. ആദ്യമായിട്ടാണ് ഒരു വലിയൊരു ടീമിന്റെ കൂടെ ട്രാവൽ ചെയ്യുന്നത്. യൂഷ്വലി ഞാനും അജയും മാത്രമായിട്ടാണ് ട്രാവൽ ചെയ്യാറ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഞങ്ങൾ മാത്രമായിട്ട്, അതായത് ഞാനും അജയും ബോയും ആരോയും, അതാണ് നമ്മുടെ വാൽക്കേറ്റ് കുടുംബം. ഞങ്ങൾ ഒറ്റയ്ക്കാണ് എപ്പോഴും ട്രാവൽ ചെയ്യാറ്. സോ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇതുപോലെ ഇത്ര വലിയൊരു ടീമിന്റെ കൂടെ നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ വീഡിയോയുടെ ആദ്യം ഞാൻ പറഞ്ഞ പോലെ വിയറ്റ്നാമിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ പോകാൻ അവസരം. ട്രാവൽ രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ സംരംഭകരിലൂടെ. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട സെൻട്രൽ ഹബ് നമ്പർ 7736211136. യാത്രകൾ അവസാനിക്കുന്നില്ല. വിയറ്റ്നാം കാഴ്ചകളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. സീ യു സൂൺ.